ഇതിപ്പോൾ എന്താ സാധാ ഒരു മിനി കേക്ക് എന്നായിരിക്കുമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാലിത് അങ്ങനെയല്ല. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയതായിട്ട് ചെറിയൊരു മിനി 3 ടയർ കേക്ക് ട്രൈ ചെയ്തതാണ്. ഫൈനൽ ലുക്ക് എന്തായാലും കണ്ടിട്ട് പോകണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനി എന്താണ് ആ സ്പെഷ്യൽ ഡേ എന്ന് പറയാം. വേറൊന്നുമല്ല, ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് മാർച്ച് 28 വരുമ്പം 7 വർഷം ആകുകയാണ്. 5 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഞങ്ങളുടെ വിവാഹം നടന്നിരുന്നത്. എന്നാലും വെഡിങ് ആനിവേഴ്സറി പോലെ തന്നെ ഞങ്ങളുടെ ലവ് ആനിവേഴ്സറിയും ഞങ്ങൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ്. ആ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിനി 3 ടയർ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എത്ര kg വരുമെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഗസ് ചെയ്തേക്കാം. കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്ന ആളെ നെക്സ്റ്റ് വീഡിയോയിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്തേക്കാം. അപ്പം ഇത് നമ്മൾ 3 3 ടയർ ആയിട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമാണ് സ്റ്റാക്ക് ചെയ്തെടുത്തത്. ഒരുപാട് ഡിസൈൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കേക്ക് ഫുൾ ഒരു വൈറ്റിൽ കവർ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയ റെഡ് കളറിലെ ഹാർട്ടൊക്കെ വെച്ചിട്ടാണ് കേക്കിൻ്റെ ഡിസൈൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 കേക്കും ഫിനിഷ് ചെയ്ത് തലേന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ടാണ് ഈ ഒരു കേക്ക് 3എണ്ണവും നമ്മൾ സ്റ്റാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. കാണുന്ന പോലെ അത്ര സിമ്പിൾ ഒന്നും അല്ലായിരുന്നു കാര്യം. ഏറ്റവും ചെറിയ കേക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും എല്ലാം സെറ്റായി പിറ്റേ ദിവസം നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സ്റ്റാക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു 3 ടയർ കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് കാറിലിരുന്ന് തന്നെ ചെയ്യാമെന്നാണ് കരുതിയിരുന്നത്. അന്ന് നമുക്ക് കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പോയ വഴിക്ക് ഇതുകൂടി കൊണ്ടുപോയിട്ട് നല്ലൊരു സ്ഥലം നോക്കി അവിടെ തന്നെ ഇരുന്ന് കാറിലിരുന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോ ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.